ഇതിലെല്ലാം നിഷേധിച്ച ഷൈൻ ടോം ചാക്കോ പിന്നീട് കൃത്യമായ തെളിവുകൾ കാണിച്ചപ്പോൾ എല്ലാം സമ്മതിക്കുകയും കുറ്റം ചെയ്തതായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. ഇനിയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. ഇന്ന് ഷൈൻ ടോം ചാക്കോ ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് നടത്താൻ ഒരുങ്ങുകയാണ്. അതിലേറ്റവും പ്രധാനം സജീറുമായുള്ള ഈ ഫോൺ സംഭാഷണങ്ങളും സാമ്പത്തിക ഇടപാടുകളാണ്. അത് സംബന്ധിച്ച് പരിശോധിക്കും. സജീറിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉൾപ്പെടെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക. എന്തായാലും നിലവിൽ ഈ ആലപ്പുഴ കഞ്ചാവ് കേസിൽ പ്രതിയായപ്പോൾ ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ്. നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം ഷൈൻ ടോം ചാക്കോ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പരിഹാസമായതോടെയാണ് പല മറുപടികളും ഷൈൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാൻ ഷൈൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ ലഹരി കേസിൽ വിട്ടയച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തനിക്കെതിരെ ഉയർന്നു വന്ന വിൻസിയുടെ പരാതിയൊക്കെ തന്നെ ഗൂഢാലോചനയാണെന്നടക്കമുള്ള മൊഴികളായിരുന്നു ഇത്തരത്തിൽ ഷൈൻ നൽകിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ തന്നെയും ഏറെ പ്രധാനമെന്ന് പറയുന്നത് പോലീസിന്റെ അടക്കമുള്ള തെളിവ് ശേഖരണം അടക്കമാണ്. കൃത്യമായിട്ടുള്ള പഴുതടച്ച അന്വേഷണമാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്